ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പം എൻ്റെ ഈ ബാക്കിൽ കാണുന്ന സാധനം ഉണ്ടല്ലോ, യെല്ലോ റഡാർ ഡിസ്പ്ലേ ക്യാമറ, അതൊരു വലിയ സംഭവമാണ്. ദേശീയപാത 66 ഓപ്പണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് ഈ ക്യാമറ. പിന്നെ പോലെ തന്നെ ഇത് കൂടാതെ വേറെ 2 ക്യാമറകളുണ്ട്. ഒന്ന് 360 ഡിഗ്രിയുള്ള ക്യാമറയാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈനുകൾ തെറ്റിക്കുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സ്ട്രെയിറ്റ് ലൈനുള്ള സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഓവർടേക്ക് ചെയ്യരുത്. ഗ്യാപ്പുള്ള ലൈൻ, എന്നുവെച്ചാൽ ഇപ്പം എൻ്റെ ബാക്കിൽ കണ്ട നിങ്ങൾ ഈ ഗ്യാപ്പുള്ള ലൈൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ മെർജിങ് പോയിൻ്റിലൊരു ക്യാമറ ഉണ്ട് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ ചിലർ എക്സിലുള്ള സ്ഥലത്ത് എൻട്രി എടുക്കും, വളഞ്ഞൊക്കെ എടുക്കും. ഇപ്പോൾ എടുക്കണ മാതിരി ക്യാമറ ഓണായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ യെല്ലോ റഡാർ ഡിസ്പ്ലേ ക്യാമറ നമ്മളെ മലപ്പുറം ജില്ലയിൽ 4 എണ്ണമാണ് ഉള്ളത് കേട്ടോ. മലപ്പുറം ജില്ലയിൽ 2 റീച്ചാണ്. ഒന്ന് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെ, മറ്റൊന്ന് വളാഞ്ചേരി മുതൽ കാപ്പിരിക്കാട് വരെ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കാപ്പിരിക്കാട് കഴിഞ്ഞിട്ട് നമ്മൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ ആനപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. അപ്പോൾ ഇവിടെയാണ് ഫസ്റ്റ് ഒരു ക്യാമറ വന്നിരിക്കുന്നത്. രണ്ടാമത്തെ ക്യാമറ ഈ റീച്ചിൽ വന്നിരിക്കുന്നത് നമ്മളെ ചോലവളവ് എത്തുമ്പോഴാണ് കേട്ടോ. എന്നുവെച്ചാൽ മൂടാൽ കഴിഞ്ഞിട്ട് ചോലവളവ് എത്തുമ്പോൾ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒന്ന് വന്നിരിക്കുന്നത് നമ്മളെ ഇവിടെ എന്താണ് പറയുക, കോട്ടക്കൽ ബൈപ്പാസ് തുടങ്ങുമ്പോൾ ചെനക്കൽ ഭാഗത്ത്, വെച്ചാൽ സർഹിന്ദ് നഗറിൻ്റെ ഓവർപാസിനോട് ചേർന്നിട്ട് രണ്ടത്താണി കഴിഞ്ഞിട്ട് മുന്നോട്ട് വരുമ്പോൾ കോട്ടക്കൽ ഭാഗത്തേക്ക് വരുമ്പോൾ. 4ാമത്തെ വന്നിരിക്കുന്നത് വെളിമുക്ക് ഭാഗത്ത്, പടിക്കലിൻ്റെയും വെളിമുക്കിൻ്റെയും ഇടയിലാട്ടോ. അപ്പോൾ ഈ ക്യാമറയാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ അനുവദനീയമായ സ്പീഡിൽ യാത്ര ചെയ്യുക കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ ഓവർ സ്പീഡാണെങ്കിൽ ഇതിൽ ചോപ്പ് തെളിയും. ഇപ്പോൾ തന്നെ പലരും ഇവിടെ യാത്ര ചെയ്യുമ്പോൾ ഇതിൽ ചോപ്പ് തെളിയുന്നുണ്ട്. ചില കാറൊക്കെ പോകുമ്പോൾ 117 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ചോപ്പ് തെളിഞ്ഞ് കാണുന്നുണ്ട്. നമുക്കൊരു അവയർനെസ്സും കൂടിയാണ്, കാരണം നമ്മൾ ഇത്ര വേഗതയിലാണ് വാഹനം ഓടിക്കുന്നതെന്ന് ഇതിൽ തെളിയുമ്പോൾ നമുക്കൊന്ന് സ്പീഡ് കുറയ്ക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്.